welcome back to my YouTube channel. So today we gonna do something different. ഇന്ന് സൺഡേ ആണല്ലോ. സൺഡേ സോ നമ്മൾ ഇന്ന് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകാം. അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബൈക്ക് പൂജിക്കാനുണ്ട്. ആക്ച്വലി നമ്മൾ വണ്ടി എടുത്ത സമയത്ത് നമ്മൾ കുറച്ച് ലാഗ് അടിച്ചു, അതുകൊണ്ട് നമുക്ക് വണ്ടി പൂജിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല കേട്ടോ. സോ ഇന്ന് നമ്മൾ വണ്ടി പൂജിക്കാൻ വേണ്ടി പോകണം. ഗൈസ്, നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. സോ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിക്കേ. ആ കാണുന്ന ഹോട്ട് എയർ ബലൂൺ ആട്ടോ. നമ്മുടെ ഇവിടെ ഒരുപാട് ഹോട്ട് എയർ ബലൂൺസ് ഉണ്ട്, കാരണം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ടല്ലോ. പിന്നെ എൻ്റെ സൈഡിലായിട്ട് നോക്കിയത് ആരാന്ന്. എനിക്ക് പെയിൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്താ അടിപൊളി, നീറ്റായിട്ട് നോക്കുന്നൊരു വണ്ടിയാട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അനിയൻ ബിരിയാണി മേടിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ചോറ് മേടിച്ചു. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പലചരക്കട കേട്ടോ. 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ കട. ആ ഒരു ഓൾഡൻ വൈബ്സ് നമുക്ക് എപ്പോൾ വന്നാലും നമുക്ക് ഫീൽ ചെയ്യും. ഗൈസ്, അവന് നമ്മളെ പോലെയാണ്, തല നിന്നുള്ള സാധനങ്ങൾ മാത്രമാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ ടിപ്പ് ഹാപ്പിയാണ് വിത്ത് 2 പൊറോട്ടാസ്. നമ്മുടെ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് കുറേ അടിപൊളി കമൻസ് ഉണ്ടായിരുന്നു, കുറേ ഫണ്ണി കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു റിയൽ ബിഹൈൻഡ് ദ സീൻ കേട്ടോ നിങ്ങൾ കാണുന്നത്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. പാട്ടില് കമാൺ. ഇവിടെ നിക്കണായിട്ട് പോവേ പെട്ടെന്ന് നോക്കുക. സോ ഗൈസ്, നമ്മൾ 2 ദിവസത്തിന് ശേഷം നിങ്ങളെ കാണിച്ചു കേട്ടോ നമ്മുടെ ഫെൻസിങ് എന്തായെന്ന്. ഏകദേശം ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു ഷേപ്പിൽ അത് എത്തണം. സോ അതിന് കുറച്ച് ദിവസങ്ങളെടുക്കും. ഇതാട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ഡയമണ്ട് രീതിയിലുള്ള ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഫെൻസിങ്ങിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. സോ ഇത് ഇങ്ങനെ ഇവിടെ തൊട്ട് ഇനി ഫുൾ അത് തന്നെ ചെയ്യേണ്ടി വരും. ഒരു 1 ഡേ കൂടെ മതിയായിരിക്കും, അതിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീരും കേട്ടോ. സോ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പുല്ലെന്ന് പറഞ്ഞത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പുല്ല്. കുഴപ്പമില്ലാതെ അത്യാവശ്യം നൈസായിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് വൈകിട്ട് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. സോ പുല്ലിന് നല്ല വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓരോളോറാണെങ്കിൽ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ 6 o'clock ആയല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് വല്ല കാര്യമായിട്ടൊന്നും ഇനി ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇന്ന് നമ്മൾ കുറച്ച് ബിസി ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിന്ന് വ്ളോഗ് ചെയ്യാൻ പറ്റാതിരുന്നത്. 2 ദിവസമായിട്ട് നമുക്ക് വ്ളോഗും ഇല്ലായിരുന്നു. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. കൂടുതലായിട്ട് എന്തായാലും പുതുതായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിങ്ങളൊന്ന് കാണിച്ചു തരാതിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നട്ടുവെച്ച പുല്ലിന് അത്ര ഒരു എന്താ പറയുക, ഒരു ആരോഗ്യം ഉണ്ടായിട്ട് തോന്നില്ല. നമ്മൾ ചെറുതായിട്ടും വലുതായിട്ടും കേട്ടോ നട്ടുവെച്ചത്. അപ്പോൾ ചെറുതായിട്ട് നട്ടുവെച്ചത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടിരിപ്പുണ്ടേ. പക്ഷേ വലുതായിട്ട് നട്ടുവെച്ചത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു ടെൻഡൻസി. പിന്നെ നമ്മളെ ഷീറ്റ് അതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു ടെൻഡൻസി. എന്നാന്നറിയത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. സോ ഗൈസ്, ഇത് നമ്മൾ ചെയ്തപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല പച്ചയായിരുന്നേ. ഈറ്റയുടെ ഇല ആരുടെ അവിടെ വന്നിരിക്കുന്നത്? ഈറ്റയുടെ ഇല നന്നായിട്ട് വെളുത്ത് വരും കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും. എടാ നിങ്ങളെ ചെയ്യുന്നേ
എന്നാടാ നീ ഇവിടെ എന്നാടാ ചെയ്യുന്നത്?